ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഞാനിന്നിവിടെ ഒരു അടിപൊളി ഫ്ലവർ റൈസ് ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പഴയ പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇതുപയോഗിച്ചിട്ട് നമുക്കൊരു അടിപൊളി ഫ്ലവർ റൈസ് ഉണ്ടാക്കിയെടുക്കാം. ആദ്യം നമുക്കൊരു അലുമിനിയം ഫോയിൽ എടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. എന്നിട്ട് നിവർത്തി നോക്കുക. അപ്പോൾ നല്ല വ്രിങ്കിൾസ് വന്നിട്ടുണ്ടാവും. നല്ല ചുളിവുകൾ ഇതുപോലെ ചുളിവുകൾ വന്നിട്ടുണ്ടാവും. എന്നിട്ട് നന്നായിട്ട് അമർത്തിയെടുത്തതിന് ശേഷം നമുക്ക് ഈ അലുമിനിയം ഫോയിൽ ഈ ബോട്ടിലിൽ നന്നായിട്ട് കവർ ചെയ്ത് എടുക്കുക. നല്ല വൃത്തിയിൽ നന്നായിട്ട് കവർ ചെയ്തെടുക്കണം. ഇപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളി ഒരു ഫ്ലവർ റൈസ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഈ തുറന്ന ഭാഗങ്ങളൊക്കെ പശ ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. നന്നായിട്ട് പശ തേച്ച് ഒട്ടിക്കണം, അല്ലെങ്കിൽ അത് അടർന്നു പോരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ തുറന്ന ഭാഗം മാത്രം ഒട്ടിച്ചാൽ മതി. മറ്റേത് അലുമിനിയം ഫോയിൽ ഈ ബോട്ടിലിൽ നന്നായി നിന്നോളും. മറ്റ് സൈഡുകളൊക്കെ എല്ലാം കൂടെ ഒട്ടിച്ചു കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു അടിപൊളി ഫ്ലവർ റൈസ് ആയി. ഇത് ഇങ്ങനെ വേണമെന്നെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. കണ്ടില്ലപ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്. ഇനി നമുക്കിതിൻ്റെ നെക്ക് പോർഷനിൽ കുറച്ച് പശ തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ജൂട്ട് ത്രെഡോ അല്ലെങ്കിൽ ലൈസോ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ നെക്ക് പോർഷനും ഒന്നും കൂടെ ഭംഗിയിൽ കിട്ടും. ഇത് നന്നായിട്ട് പശ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ലൈസ് എടുത്തിട്ട് ഇതുപോലെ ചുറ്റി കൊടുക്കുക. നന്നായിട്ട് വൃത്തിയിൽ ചുറ്റി കൊടുക്കുക. ഇതിപ്പോൾ ഞാനൊരു പഴയ ഷൂ ലേസ് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഒഴിവാക്കിയൊരു ഷൂ ലേസ് ഉപയോഗിച്ചിട്ട് കണ്ടില്ലേ, ഈ ഷൂ ലേസിൽ നന്നായിട്ട് പൊട്ടി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോട്ടിൽ പെയിൻറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് 2 പെയിൻറ്റ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ബ്ലാക്കും ഒരു ഡാർക്ക് ഗ്രീൻ കളറുമാണ്. അക്രിലിക് പെയിൻ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിന് ഫസ്റ്റ് നമ്മൾ ഡാർക്ക് ഗ്രീൻ കുറച്ച് പോർഷൻസ് മതി, ഒരുപാട് വേണ്ട. ഞാനൊരു ഡാർക്ക് ഒരു ഗ്രീനിഷ് ബ്ലാക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഒരുപാട് ഗ്രീനും എടുക്കണ്ട, കൂടുതലും ബ്ലാക്കിൻ്റെ ഒരു കളർ കൂടുതൽ നിന്നോട്ടെ. എന്നിട്ട് നന്നായിട്ട് രണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ കറക്റ്റ് ആ ഒരു കളർ കിട്ടില്ല. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തേച്ചാൽ മതി. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പെയിൻറ്റ് ചെയ്യാം.
ഇതാ ഇപ്പോൾ നന്നായിട്ട് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു യെല്ലോ കളറും ഒരു ഡാർക്ക് ഗ്രീനും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ കളറും ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഈ കളറാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതിന് വേണ്ടി ഒരു സ്പോഞ്ച് എടുത്തിട്ട് ഇതുപോലെ ഒരുപാട് പെയിൻറ്റ് എടുക്കരുത്, പതുക്കെ എടുത്തിട്ട് ചെറുതായിട്ടിങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കാം. ഒരുപാട് പെയിൻറ്റ് എടുത്തു കഴിഞ്ഞാൽ സ്പോഞ്ചിൽ ഒരുപാട് പെയിൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് വൃത്തിയിൽ കിട്ടില്ല. അപ്പോൾ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാൻ മാത്രമുള്ള കുറച്ച് പോർഷൻസ് ഇങ്ങനെ എടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ പതുക്കെ അങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുക. ഈ ബോട്ടിലിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് സ്പോഞ്ച് ഉപയോഗിച്ച് ടച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നമ്മൾ ലേസ് ഒട്ടിച്ച ഈ ഭാഗത്തും നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്ലാക്കും നേരത്തെ ബോട്ടിലിനടിച്ച അതേ കളർ പെയിൻറ്റ് തന്നെയാണ് ഈ ഭാഗത്തും ചെയ്യുന്നത്. ഫസ്റ്റ് ഞാൻ ആ സമയത്ത് അത് ചെയ്യണ്ടെന്ന് വിചാരിച്ചിരുന്നു. വൈറ്റിൽ ആ ക്രീം കളർ കാണാൻ രസമുണ്ടാവും തോന്നി. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒന്നും കൂടെ പെയിൻറ്റ് ചെയ്താലായിരിക്കും കുറച്ചുകൂടെ ഭംഗി കിട്ടുക തോന്നി. അതുകൊണ്ട് ഞാൻ അവിടെയും പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നോക്കൂ, അടിപൊളിയായിട്ടുള്ളൊരു ഫ്ലവർ വേസ് റെഡി ആയിട്ടുണ്ട്. ഈ ബോട്ടിലിൽ നമ്മൾ ആ അലുമിനിയം ഫോയിലിൻ്റെ ആ ചുളിവുകളൊക്കെ നല്ല ഭംഗിയിൽ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? ആ പെയിൻറ്റും ആ കളർ കോമ്പിനേഷനും എല്ലാം കൂടെ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇത് ഒഴിവാക്കിയൊരു പഴയ പ്ലാസ്റ്റിക് ബോട്ടിൽ ഉപയോഗിച്ചിട്ടാണ് ഇത്ര ഭംഗിയുള്ള ഒരു ഫ്ലവർ വേസ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ബൈ.